ഫോട്ടോയിൽ കാണുന്ന ഐറ്റത്തിന്റെ പേര് കൂൾ ലിപ്പ്. സ്കൂൾ പിള്ളേര് മുതൽ ചെറുപ്പക്കാർ, പ്രായമുള്ളവർ എല്ലാവരും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒന്നാണ് കൂൾ ലിപ്പ് എന്നുള്ളത്. ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ചുണ്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ വയ്ക്കുന്നു. ഓക്കെ, സ്കൂളിലും കോളേജിലും വരെ പിള്ളേരെ ഇതും ചുണ്ടിനടിയിൽ കുത്തി കയറ്റി ക്ലാസ്സിൽ കയറി ഇരിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇതൊരു സ്മോക്ക്ലെസ് ടുബാക്കോ പ്രോഡക്റ്റ് ആണ്, അതായത് കത്തിച്ച് വലിക്കാൻ പറ്റാത്ത ടുബാക്കോ പ്രോഡക്റ്റ്. സോ എല്ലാ ടുബാക്കോ പ്രോഡക്റ്റിന്റെയും ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് നിക്കോട്ടിനും ഹാർമലൈൻ ആൽക്കലോയിഡ്സുമാണ്. നിക്കോട്ടിൻ എന്നുള്ളത് ഒരു സ്റ്റിമുലന്റും അതുപോലെ തന്നെ ഒരു ആൻസിയോലിറ്റിക്കുമാണ്. സ്റ്റിമുലൻസ് എന്നുള്ളത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ഊർജ്ജസ്വരമാക്കി വെക്കുന്ന ഡ്രഗ്സ് ആണ്. അതുപോലെ തന്നെ ആൻസിയോലിറ്റിക്സ് എന്നുള്ളത് ആന്റി ആൻസൈറ്റി ഏജന്റ്സ് ആണ്. ടുബാക്കോ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ആൻസൈറ്റി ഒക്കെ റിലീഫ് ആയതുപോലെ തോന്നും, സ്ട്രെസ് ഒക്കെ ഒന്ന് കുറഞ്ഞതുപോലെ തോന്നും. അതുപോലെ തന്നെ ഹാർമലൈൻ ആൽക്കലോയിഡ്സ് ഇവ നമ്മുടെ ബ്രെയിനിൽ പ്രവർത്തിച്ചുകൊണ്ട് പെട്ടെന്ന് നമുക്ക് സന്തോഷം കിട്ടുന്ന തരത്തിലുള്ള ഒരു ഫീൽ ഉണ്ടാക്കുന്നു. ടുബാക്കോയിലെ നിക്കോട്ടിൻ വളരെ അഡിക്ഷൻ കോസിംഗ് ഏജന്റ് ആണ്. നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ വായ കണ്ണാടിയുടെ മുന്നിൽ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ വായ്ക്കുള്ളിൽ ഏതെങ്കിലും രീതിയിലുള്ള നിറവ്യത്യാസം, പ്രത്യേകിച്ച് നിങ്ങളുടെ വായ്ക്കുള്ളിൽ വെള്ള കളറിലുള്ള പാട പോലെ എന്തെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ എത്രയും വേഗം നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ വായ്ക്കുള്ളിൽ വെളുത്ത പാട പോലെയുള്ള രീതിയിൽ നിറവ്യത്യാസം കാണുന്നതാണ്. ഈ ഒരു അവസ്ഥയെ ലൂക്കോപ്ലാക്കിയ എന്നാണ് പറയപ്പെടുന്നത്. ഇത് പിന്നീട് ക്യാൻസർ ആയി മാറാനുള്ള ചാൻസ് നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വായ, നിങ്ങൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ വായ ഇപ്പോൾ തന്നെ കണ്ണാടിയുടെ മുന്നിൽ പോയി നോക്കുക. വായക്കകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ചേഞ്ചസ് കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറിനെ പോയി കാണേണ്ടതായിട്ടുണ്ട്. ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്.